റൂട്ട് ഓഫ് 0.0009 ബൈ 0.16 പ്ലസ് റൂട്ട് ഓഫ് 0.0016 ബൈ 0.09. നമുക്കിത് ഓരോന്നിൻ്റെയും വർഗ്ഗമൂലം കാണാം. റൂട്ട് ഓഫ് 0.0009 സമം ഈ ദശാംശ സംഖ്യയുടെ റൂട്ട് കാണാൻ ദശാംശം ഒഴിവാക്കി സംഖ്യയുടെ മാത്രം റൂട്ട് കാണാം. 9ൻ്റെ റൂട്ട് 3. ഈ ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം നോക്കുക. ദശാംശം കഴിഞ്ഞിട്ട് 1 2 3 4 റൂട്ട് കാണുമ്പോൾ ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണത്തിൻ്റെ പകുതി, അതായത് 4 ദശാംശ സ്ഥാനമാണ്, അതിൻ്റെ പകുതി എടുക്കുക. 4/2 2. എന്നിട്ട് 2 സ്ഥാനം ഇങ്ങോട്ട് നീക്കുക ഇടത്തോട്ട്. അപ്പോൾ ഇവിടെ ഒരു 0 ഇട്ടിട്ട് 0.03. അടുത്തത് റൂട്ട് ഓഫ് ഇതിൻ്റെ 0.16ൻ്റെ വർഗ്ഗമൂലം. ദശാംശം ഒഴിവാക്കിയ 16ൻ്റെ റൂട്ട് 4. ദശാംശം കഴിഞ്ഞിട്ട് 2 അക്കം, അതിൻ്റെ പകുതി 1. ഒരു ദശാംശ സ്ഥാനം ഇടത്തോട്ട് നീക്കുക, ഒരു സ്ഥാനം നീക്കുക 0.4. അതുപോലെ റൂട്ട് ഓഫ് 0.0016. ദശാംശം ഒഴിവാക്കി സംഖ്യയുടെ മാത്രം റൂട്ട് 4. ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം 4, അതിൻ്റെ പകുതി 4/2 2. 2 സ്ഥാനം ഇടത്തോട്ട് നീക്കുക 0.04. അടുത്തത് റൂട്ട് ഓഫ് 0.09. ദശാംശം ഒഴിവാക്കിയ 9ൻ്റെ റൂട്ട് 3. ദശാംശം കഴിഞ്ഞിട്ട് 2 അക്കം, അതിൻ്റെ പകുതി 2/2 1. ഒരു സ്ഥാനം ഇടത്തോട്ട് നീക്കുക 0.3. എല്ലാതുമായി ഇനി ഇതിൽ വില കൊടുക്കുക. ഇതിൻ്റെ ഉത്തരം 0.03. 0.03 ബൈ 0.16ൻ്റെ റൂട്ട് 0.4 പ്ലസ് ഇതിൻ്റെ ഉത്തരം 0.04 ബൈ 0.09ൻ്റെ റൂട്ട് 0.3. ഇനി നമ്മൾ ചെയ്യേണ്ടത് ദശാംശം നീക്കണം. ഇവിടെ 2 സ്ഥാനമുണ്ട്, ഇവിടെ ഒരു സ്ഥാനമേ ഉള്ളൂ. നമുക്ക് 2 സ്ഥാനം വലത്തോട്ട് നീക്കാം. അംശത്തിൽ 2 സ്ഥാനം വലത്തോട്ട് നീക്കുമ്പോൾ 3 എന്നാവും. ബൈ അപ്പോൾ ഇവിടെയും 2 സ്ഥാനം നീക്കണം. അപ്പോൾ അത് ഒരു സ്ഥാനമേ ഉള്ളൂ, ഒരു 0 ചേർക്കുക. 3/40 പ്ലസ് അതുപോലെ ഇവിടെ 2 സ്ഥാനം, ഇവിടെ ഒരു സ്ഥാനമാണ്. ഇവിടെ 2 സ്ഥാനം വലത്തോട്ട് നീക്കുമ്പോൾ 4 എന്നായി. ബൈ അപ്പോൾ ഇവിടെയും 2 സ്ഥാനം നീക്കണം, ഒരു സ്ഥാനമേ ഉള്ളൂ, ഒരു 0 ചേർക്കുക. 4/30. നമ്മളിത് കൂട്ടാൻ എന്താ ചെയ്യുക? 3 × 30 ഗുണിക്കുക 90 പ്ലസ് 4 × 40 ഗുണിക്കുക 160 ബൈ 40 × 30 ഗുണിക്കുക 1200. 160ഉം 90ഉം കൂട്ടിയ 250 ബൈ 1200. നമുക്കത് ഒരു 0 വെട്ടിക്കളയാം. ബാക്കി 25/120 5 കൊണ്ട് വെട്ടിച്ചുരുക്കാം. 5 25 120 5 24 എന്ന് വരും. ഉത്തരം 5/24.